ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന അഞ്ചാമത്തേതും അവസാനത്തേതുമായ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ആകാശ് ദീപ് കളിക്കില്ല. പരിക്കിന്റെ സാഹചര്യത്തിലാണ് ആകാശ് ദീപിനെ ഇന്ത്യ അവസാന ടെസ്റ്റ് മത്സരത്തിൽ നിന്നും ഒഴിവാക്കുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ മോശമല്ലാത്തൊരു പ്രകടനമായിരുന്നു ഇന്ത്യക്ക് വേണ്ടി താരം കാഴ്ചവെച്ചിരുന്നത്. ഇപ്പോൾ താരത്തിന് പുറംവേദന വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ താരത്തെ മാറ്റി നിർത്തുന്നത് എന്നാണ് ഗൗതം ഗംഭീർ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. ബ്രിസ്ബെയിനിലും മെൽബണിലും മികച്ച ബൌളിംഗ് പ്രകടനമായിരുന്നു ആകാശ് ദീപ് കാഴ്ചവെച്ചത്. എന്നിരുന്നാലും ഇന്ത്യൻ ഫീൽഡർമാർ പലതവണ ക്യാച്ചുകൾ കൈവിട്ട സാഹചര്യത്തിൽ വേണ്ട രീതിയിൽ വിക്കറ്റുകൾ സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല. ഇതുവരെ ഈ പരമ്പരയിൽ 2 ടെസ്റ്റ് മത്സരങ്ങളാണ് ആകാശ് കളിച്ചത്. 5 വിക്കറ്റുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആകാശ് ദീപിന്റെ അഭാവം ഇന്ത്യൻ ടീമിനെ ബാധിക്കുമെന്ന് ഉറപ്പാണ്. അവസാന ടെസ്റ്റ് മത്സരത്തിൽ എന്ത് വില കൊടുത്തും വിജയം സ്വന്തമാക്കുക എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഈ ഒരു സാഹചര്യത്തിൽ ആകാശ് ദീപിനെ പോലെ ഒരു ബൗളർക്ക് പകരക്കാരനെ കണ്ടെത്തുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് അല്പം ദുഷ്കരമാണ്. ഹർഷദീപ് റാണ, പ്രസീദ് കൃഷ്ണ എന്നീ താരങ്ങളാണ് നിലവിൽ ആകാശ് ദീപിന് പകരമായി ഇന്ത്യൻ ടീമിൽ സ്ഥാനം കണ്ടെത്താൻ സാധ്യതയുള്ള കളിക്കാർ. മത്സരത്തിനുള്ള പ്ലേയിംഗ് 11 ഇപ്പോൾ നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ഗൗതം ഗംഭീർ പറയുന്നത്. പ്രധാനമായും പിച്ചിന്റെ സാഹചര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാവും അവസാന പ്ലേയിംഗ് 11 തെരഞ്ഞെടുക്കുക. 28 വയസ്സുള്ള ആകാശ് ദീപ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെയും ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ ഒരുപാട് കഠിന പ്രയത്നത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇത്തരത്തിൽ ജോലിഭാരത്തിൽ വന്ന വർധനവാണ് ഇത്തരമൊരു പരിക്കിന് കാരണമായത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ആകാശ് ദീപ് ഒഴികെയുള്ള മറ്റു ബൗളർമാർക്ക് ആർക്കും നിലവിൽ ബുംറയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ സാധിച്ചിട്ടില്ല. അതിനാൽ സിഡ്നിയിൽ ഇന്ത്യ ഏത് താരത്തെ തങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്തുമെന്ന് ആരാധകർ ഉറ്റുനോക്കുകയാണ്. ജനുവരി 3-നാണ് ഇന്ത്യയുടെ ഓസ്ട്രേലിയക്കെതിരായ അവസാന ടെസ്റ്റ് മത്സരം ആരംഭിക്കുന്നത്. എല്ലാ തരത്തിലും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ ടെസ്റ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത്. മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയാൽ മാത്രമേ ഇന്ത്യക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്കുള്ള ചെറിയൊരു പ്രതീക്ഷയെങ്കിലും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ.